അർജുനും സായിയും ജാസ്മിനും ലൈവിലിരുന്ന് സംസാരിക്കുകയാണ്. അവർ പേരൻസ് ഒക്കെ വന്നിട്ട് അവിടെ പെരുമാറുന്ന രീതിയെക്കുറിച്ചും കാര്യങ്ങളെക്കുറിച്ചൊക്കെയാണ് സംസാരിക്കുന്നത്. അപ്പം അർജുൻ ചിരിച്ചുകൊണ്ട് ഒരു കാര്യം പറയുന്നുണ്ട്. അർജുൻ അത് വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടെന്ന് അർജുൻ അത് പറഞ്ഞപ്പോൾ മനസ്സിലായി. പക്ഷേ അവിടെ ക്ലിയറായിട്ട് പേര് പറയാതെയാണ് അർജുനും സായിയും ജാസ്മിനും ഇരുന്ന് സംസാരിക്കുന്നത്. അവിടെ ശ്രീധുവിൻ്റെ മമ്മി വന്ന സമയത്ത് കറക്റ്റായിട്ട് ആ വീട്ടിലുള്ള എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് അർജുൻ്റെ അടുത്ത് മമ്മിക്ക് ഒട്ടും ഇഷ്ടമില്ല എന്നുള്ള കാര്യം. അത് സായി ആണെന്നുണ്ടെങ്കിലും അവിടെ ജാസ്മിൻ ആണെന്നുണ്ടെങ്കിലും പറയുന്നുണ്ട് ഞങ്ങൾക്കതൊക്കെ വളരെ വ്യക്തമായിട്ട് മനസ്സിലായി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അർജുൻ പറയുന്നുണ്ട് എനിക്കത് മനസ്സിലായി, എൻ്റെ ഫാമിലിക്ക് അത് മനസ്സിലാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് ശ്രമിച്ചു നോക്കി, അങ്ങോട്ട് കയറി ചെന്ന് എപ്പിടി ഇരിക്കുമെന്ന് ചോദിച്ചു. മറുപടി കേട്ടപ്പോൾ തന്നെ മതിയായിട്ട് ഞാൻ തിരിച്ചു പോകുന്നു എന്ന് അവിടെ അർജുൻ പറയുന്നുണ്ട്. അത് കറക്റ്റായിട്ട് ഫീൽ ചെയ്തു, ആ ഇഷ്ടക്കേട് കറക്റ്റായിട്ട് ഫീൽ ചെയ്തു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ സായി പറയുന്നുണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും തോന്നിയ കാര്യമല്ലേ അത് എന്ന് പറയുന്നുണ്ട്. പക്ഷെ അവിടെ മറ്റൊരു കാര്യമുണ്ട് കേട്ടോ. സത്യത്തിൽ അർജുൻ എനിക്ക് തോന്നുന്നു ഒരു പാവാണെന്ന് തോന്നിയ മറ്റൊരു കാര്യം, അവിടെ ജാസ്മിൻ രഹസ്യമായിട്ട് അവിടെ ചോദിക്കുന്നുണ്ട് അർജുൻ്റെ അടുത്ത് ശ്രീധുവുമായിട്ടുള്ള പ്രശ്നം ആ മമ്മി വന്നതിന് ശേഷം മമ്മി പറഞ്ഞിട്ടല്ലേ എന്നുള്ള രീതിയിൽ അവിടെ ചോദിക്കുന്നുണ്ട്. അത് കേട്ടപ്പോൾ സായിയും പറഞ്ഞു മമ്മി വന്നതിന് പോയതിന് ശേഷം ശരിക്കും ആ ഒരു മാറ്റം കാണുന്നുണ്ട് ശ്രീധുവിലെന്ന് അവിടെ സായി പറഞ്ഞു. നീ എത്രയൊക്കെ പറഞ്ഞാലും ശരി, അത് മമ്മി പോയി വന്നതിന് ശേഷം ശ്രീധുവിലുള്ള മാറ്റം ഞങ്ങൾക്ക് എല്ലാവർക്കും, ഈ വീട്ടിലുള്ള എല്ലാവർക്കും മനസ്സിലാവുന്ന കാര്യമാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അർജുൻ അവിടെ ശ്രീധുവിനെ സംരക്ഷിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിച്ചു. അർജുൻ പറയുന്നുണ്ട് അതൊന്നുമില്ല, ഒരു ചോക്ലേറ്റിൻ്റെ പേരിലുണ്ടായ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ആണ് ഞാനും അവളും തമ്മിൽ. അത് ആ മമ്മി വന്ന് പോയതിന് ശേഷമാണ് ഞങ്ങൾക്കിടയിൽ അത് ഉണ്ടായത് എന്നുള്ളതുകൊണ്ട് നിങ്ങൾക്കെല്ലാം തോന്നുന്നതാണ്, അല്ലാതെ വേറൊരു പ്രശ്നമില്ല, അത് ഞങ്ങൾ പറഞ്ഞ് സോൾവ് ചെയ്തോളാം, ഏകദേശം സോൾവ് ആയിട്ടുണ്ട് എന്നുള്ള രീതിയിൽ അവിടെ അർജുൻ സംസാരിക്കുന്നുണ്ട്. സത്യത്തിൽ എല്ലാവർക്കും ആ വീട്ടിലുള്ളവർക്ക് കാര്യം മനസ്സിലായിട്ടുണ്ട്, അർജുനും മനസ്സിലായിട്ടുണ്ട്. പക്ഷേ ശ്രീധുവിന് ഒന്നല്ലെങ്കിൽ ശ്രീധുവിനെ സംരക്ഷിക്കാൻ അവരെ മുന്നേ വെച്ചിട്ട് ശ്രീധുവിനെ തള്ളി പറയാതിരിക്കാനായിട്ട് അർജുൻ ശ്രമിച്ചു. അല്ലാന്നുണ്ടെങ്കിൽ അർജുൻ ചിന്തിക്കുന്നുണ്ടായിരിക്കാം ഇല്ല അവൾ വെറുതെ ഒന്ന് പിണങ്ങിയതായിരിക്കാം, മമ്മി പറഞ്ഞിട്ടായിരിക്കില്ല എന്ന് ചിലപ്പോൾ അർജുൻ ചിന്തിക്കുന്നുണ്ടായിരിക്കാം. എന്തായാലും വീട്ടിലുള്ള എല്ലാവരും അത് നോട്ട് ചെയ്തിട്ടുണ്ട് എന്ന് അവിടെ സായി പറയുന്നുണ്ട്. മമ്മി വന്നു പോയതിന് ശേഷമുള്ള ശ്രീധുവിലുണ്ടായ മാറ്റം ഞങ്ങളെല്ലാവരും നോട്ട് ചെയ്തിട്ടുണ്ട്, നിന്നോട് കാണിക്കുന്ന അകൽച്ചയും ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന് അവിടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് സായി.